and redrafting. സാധാരണമായ സ്ഥലവും സാധാരണമായ കഥാപാത്രങ്ങളുമാണ് ഖസാക്കിലുള്ളത്. പക്ഷേ വളരെ തീക്ഷ്ണമായിട്ട് വിടർന്ന കണ്ണുകളോടെ അവരുടെ മനസ്സിലേക്ക്, അവരുടെ അസ്തിത്വങ്ങളിലേക്ക് നോക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിത്രീകരണമാണ് ഇതിന് അസാധാരണത്വം കൊടുക്കുന്നത്. വാസ്തവത്തിൽ അത് അസാധാരണമല്ല. സാധാരണമായ മനുഷ്യന്റെ ഏത് സാധാരണ ഗ്രാമത്തിനും ഖസാക്കിനെ പോലുള്ള മാനങ്ങൾ ഉണ്ടാകാൻ കഴിയും. നമ്മളതിനെ ശരിക്ക് അതിന്റെ ആഴത്തിലേക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ. ഖസാക്കിലെ പ്രകൃതി ഒരു കഥാപാത്രമാണ്. വാസ്തവത്തിൽ ഒരു നായകനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ട് എൻ്റെ മനസ്സിലങ്ങനെയാണ് പ്രകൃതിയെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം പ്രകൃതി ഈ ഒരു ദാർശനിക അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രകൃതിയെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ പോലും പ്രകൃതിക്ക് വഴങ്ങി പുതിയ മാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. Khasak-Kinde Itihasam was path-breaking, heretical, magical, poetic to the core. The characters and atmosphere of the novel have since entered the everyday life and conversation of Kerala. The novel has now become a classic of India's mainstream modern fiction after it was translated by Vijayan himself under the title The Legends of Khasak. ഖസാക്കിന്റെ തുടക്കം വളരെ പണ്ടായിരുന്നു. ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് ചേച്ചിയും ഏട്ടനും ഈ എഴുത്തിനെ കുറിച്ച്, കഥയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ഇങ്ങനെ പരസ്പരം പറയുമായിരുന്നു. അപ്പം നൈസാം അലി, അതുപോലെ അല്ലാക്കുച്ച, മല്ലാക്ക, മൈമുന, അങ്ങനെയുള്ള പേരുകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. വീട്ടിലെ അംഗങ്ങളെ പോലെ അത്രയും പരിചിതരായിരുന്നു എനിക്ക് അവര്. പക്ഷെ ഏട്ടൻ പിന്നെ ജോലി കിട്ടി ശങ്കർ സ്ട്രീറ്റിൽ ചേർന്ന് ഡൽഹിയിലേക്ക് പോയി. പിന്നെ ഈ രചന തുടർന്നില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് വീണ്ടും. 10 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ കത്തുകൾ എഴുതുമ്പോൾ, കഥ എഴുതുന്നുണ്ട്, ചിലപ്പോ ചില ഭാഗങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ചെറിയ വിവരങ്ങളൊക്കെ ചിലപ്പോ കിട്ടും. പിന്നീട് ഫൈനൽ റിവിഷൻ ഹൈദരാബാദിൽ വെച്ചായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തി. കിണറുകടന്ന് ഉൾക്കിണറ്റിലേക്ക്. വെള്ളത്തിൻ്റെ വില്ലീസ് പടിതകളിലൂടെ അയാൾ നീങ്ങി. ചെല്ലുവാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ, സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിൻ്റെ നേർക്ക് അയാൾ യാത്രയായി. അയാൾക്ക് പിന്നിൽ ചെല്ലുവാതിലുകൾ ഒന്നൊന്നായി അടങ്ങി. Dharma Puranam was Vijayan's second novel. A savage political satire, it recalls swift
in its fierce loathing of what politics has made of India, and Voltaire in its outrageously hilarious ridicule of public postures and ideological pretensions. പരാശരൻ ഉണർന്നു, എത്രയുറങ്ങി അറിഞ്ഞില്ല. ബോധിസത്വന്റെ കണ്ണീരുപോലെ തൻ്റെ മേൽ മഴ പെയ്യുകയും വരളുകയും ചെയ്തിരുന്നു. സൂര്യൻ ഉയരുകയും അസ്തമിച്ചുദിച്ച് പിന്നെയും അസ്തമിക്കുകയും ചെയ്യുന്നു. പരാശരൻ ജാഹ്നവിയുടെ തീരത്ത് നിന്നു. അപ്പോഴാണ് പൊടുന്നനെ അയാൾ ആ മരം കണ്ടത്. അനാഥനായ പരാശരന്റെ മുകളിൽ അപാരമായ ആ വടവൃക്ഷം പടർന്നു നിന്നു. പരാശരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരാശരൻ മരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. പരാശരൻ മരത്തെ കെട്ടിപ്പിടിച്ചു. പരാശരൻ അലമുറ കൊണ്ടു, സിദ്ധാർത്ഥ രാജാവേ, ഇതങ്ങാണോ? ഓരോ ഇലയും കൊമ്പും വേരും പരാശരനോട് സംസാരിച്ചു. അതൊരു സ്വരപ്രളയമായി. അതിന്റെ അർത്ഥം മനസ്സിലാകാതെ പടനായകൻ അതിന്റെ തിരകളിൽ മുങ്ങിപ്പൊങ്ങി. പരാശരൻ പ്രലപിച്ചു, പറഞ്ഞു തരിക, എനിക്ക് പറഞ്ഞു തരിക. വടവൃക്ഷം നിശബ്ദമായി. അരികിലൂടെ സനാതനയായ ജാഹ്നവി ഒഴുകിക്കടന്നു. ഒറ്റയ്ക്ക് പടനായകൻ ആ മഹാസസ്യത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. മൃഗസൃഷ്ടിയുടെ തീരാദുഃഖത്തിൽ പരാശരൻ പിന്നെയും പിന്നെയും കരഞ്ഞു. അയാളുടെ ചുമലിൽ ഞാന്നുകിടന്ന ആയുധം ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങി. He has been very inward. I think he constantly thinks of his work, and his work is his main preoccupation. Even when we had started living together, I used to think that he's all the time lying down, or even my brothers and sisters would say he's just not doing anything. He must do, we are two different families with two different backgrounds. I come from a family of professionals like doctors and engineers. In fact, it's a doctor-oriented family. So patterns of life are very different. You are to meet a situation, you're action-oriented, and not this kind of meditative type. And when I had come to the meditative experience through Indian thought, the meditative experience in Indian thought is also very structured. But his is not a structured meditative process. His life itself has been quite meditative. He occupied himself with writing, with everything, but I think he wrote first in his mind and then it came onto the paper. His other novels include Madhuram Gayati, Pravachakinde Vari, and Talamarokal, an autobiographical novel. Each of them has made a deep impact on the cultural landscape of Kerala. Guru Sagaram received the Sahitya